ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിലെ ആ ചാപ്റ്ററിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ 14ാമത്തെ പേജിലുമുള്ള ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 14ാമത്തെ പേജ് മുതൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ പേര് കൊടുക്കുന്നത് എങ്ങനെ, അതുപോലാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഹൈഡ്രജൻ ഇല്ലാതെ വരുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരുന്നതിനാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിലെ പ്രത്യേകത നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 CH2 CH3. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്പർ കൊടുക്കണം എന്നാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കൈൻ്റെ കേസിൽ നമ്മൾ ചെയ്തത് ബ്രാഞ്ച് എത്ര വരുന്നോ ആ ബ്രാഞ്ചിൻ്റെ ടോട്ടൽ ഏറ്റവും ചെറിയ സംഖ്യ, ബ്രാഞ്ചിൻ്റെ സ്ഥാനസംഖ്യ നോക്കുമ്പോൾ ഏറ്റവും ചെറുത് വരുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ കൊടുത്തത്. അപ്പോൾ ഇവിടെ 2 തരത്തിൽ നമ്പർ തന്നിട്ടുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഇപ്പോൾ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നതിന് ഏറ്റവും ചെറിയ സ്ഥാനസംഖ്യ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ. ഇവിടെ ഒന്നാമത്തെ കൊടുത്താൽ CH2 ഡബിൾ ബോണ്ട്, ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണിയാൽ 3 കഴിഞ്ഞിട്ട് 4, മൂന്നാമത്തെ 4ന്റെ ഇടയ്ക്കാണ്, 3ാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. അപ്പം അതിൽ ശരി നമുക്ക് ഏറ്റവും ചെറിയ സ്ഥാനസംഖ്യ ഡബിൾ ബോണ്ടിന് കിട്ടണം. ഇതിൽ ഒന്നാമത്തേതാണ് ശരി. ഇൻ വിച്ച് ഓഫ് ദീസ് കാർബൺ ആറ്റംസ് ഹാവിങ് ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, ടിക്ക് ദ കറക്റ്റ് പൊസിഷൻ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടു, അതായത് ഫസ്റ്റ് എഴുതിയ ചെയിനിലാണ് നമുക്ക് ഏറ്റവും ചെറിയ പൊസിഷൻ നമ്പർ കിട്ടിയിരിക്കുന്നത് ഡബിൾ ബോണ്ടിന്. അപ്പോൾ ഒന്നാമത്താണ് ശരി. പിന്നെ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ 4ആണ്. വേർഡ് റൂട്ട് അത് ബ്യൂട്ടാണ്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ഡബിൾ ബോണ്ട് ഒന്നാമത്തെ സ്ഥാനത്താണുള്ളത്. സഫിക്സ് അപ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് അൽക്കീനാണ്, അപ്പോൾ ENE എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം ബ്യൂട്ട് 1-ene, ബ്രാഞ്ച് ഒന്നുമില്ല, ബ്യൂട്ടീനാണ്. ഒന്നാമത്തെ സ്ഥാനത്ത് 1 ബ്യൂട്ടീനാണ്, അപ്പോൾ അത് പറയുന്നത് ബ്യൂട്ട് 1-ene എന്ന് പറയും. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. C4H8 ഈസ് ഗിവൺ ബിലോ. ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഇറ്റ്സ് IUPAC. അപ്പോൾ ഇവിടെ പേര് 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ തിരിച്ച് 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ 1, 2 രണ്ടാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ടുള്ളത്. തിരിച്ച് ഇങ്ങോട്ട് എണ്ണിയാലും രണ്ടാമത്തെ സ്ഥാനത്താണ് തന്നെയാണ് ഡബിൾ ബോണ്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് നടുക്ക് ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല, എങ്ങനെ പേര് കൊടുത്താലും ശരിയാണ്. ടോട്ടൽ നമ്പർ ഓഫ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ, അപ്പോൾ 4 കാർബൺ ആറ്റം ഉള്ളത്, അപ്പോൾ 4. വേർഡ് റൂട്ട് അപ്പോൾ 4 വരുമ്പോൾ ബ്യൂട്ടൈനാണ്, അപ്പോൾ ബ്യൂട്ടൈനിലെ ബ്യൂട്ടീനാണ് വരിക, ബ്യൂട്ട് എന്ന് നമുക്ക്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ഡബിൾ ബോണ്ട്. ഇപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റം ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ്, അപ്പോൾ 2. സഫിക്സ് കാരണം ഡബിൾ ബോണ്ടാണ്, അപ്പോൾ ഈ IUPAC നെയിം ബ്യൂട്ട് -2 രണ്ടാമത്തെ സ്ഥാനത്ത് 2-ENE ഡബിൾ ബോണ്ടാണ്, അപ്പോൾ ബ്യൂട്ട് 2-ene എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ആൻസറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചേഴ്സ്? ആൻസർ താഴെയുണ്ട്. നോട്ട് ദ പൊസിഷൻ ഓഫ് ഡബിൾ. കാർബൺ ചെയിനിലെ ആദ്യം പറഞ്ഞതിൽ ഇവിടെ കാർബൺ ചെയിനിലെ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ടിലെ സ്ഥാനസംഖ്യക്കുള്ള വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? അടുത്തൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CH3 CH2 CH ഡബിൾ ബോണ്ട് CH3. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെയാൽ 1, 2, 3 മൂന്നാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ പെൻഡ് 3-ene എന്ന് പറയണം. ഡബിൾ ബോണ്ടിന് ചെറിയ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ 1 നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം, 5. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ മൂന്നാമത്തെ സ്ഥാനത്തെ ഡബിൾ ബോണ്ട് വരുള്ളൂ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ
IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് കറക്റ്റ് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ പെൻഡ് 2E ഇത് തെറ്റാണ്. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. CH ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. What is the molecular formula of this compound? മോളിക്കുലാർ ഫോർമുല എഴുതാൻ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജനോട് 1 3 6. അപ്പോൾ ഇതിൻ്റെ what is the molecular formula of this C4H6? To which category does this compound belong? ഏത് കാറ്റഗറിയിലാണ് വരിക? അതായത് ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ആൽക്കൈൻ ആണ്. YNE Y ആൽക്കൈൻസിനകത്താണ് ഇത് പെടുക. ലെറ്റ്സ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ആൽക്കൈൻ ഗിവൺ. ഇതിൻ്റെ IUPAC നെയിം എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. ഇവിടെ 1 2 3 4 കാർബൺ ആറ്റം. വേർഡ് റൂട്ട് 4 ബ്യൂട്ടാണ്. ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷൻ ഒന്നാമത്തെ സ്ഥാനത്താണ്. ഫസ്റ്റ് കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട്. സഫിക്സ് ട്രിപ്പിൾ ബോണ്ടാണ്, അതുകൊണ്ട് YNE. IUPAC നെയിം ഇവിടെ തന്നിട്ടുണ്ട്. ബ്യൂട്ടാണ്, 1 ആണ്, YNE ആണ്. അപ്പം ബ്യൂട്ട് 1I എന്നാണ് ഇതിൻ്റെ പേര്. Write the structural formula of another alkane with molecular formula C4H6. ഇതേ മോളിക്കുലാർ ഫോർമുല വരുന്ന മറ്റൊരു ആൽക്കൈൻ എഴുതുക. ഇവിടെ വേറൊന്നുമില്ല, ഇതിൻ്റെ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതേ മോളിക്കുലാർ ഫോർമുലയിൽ തന്നെ നമുക്ക് എഴുതാം. CH3C. ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് ഇട്ടു, CH3. ഇത് കറക്റ്റാണ്. നമുക്ക് 1 2 3 4 കാർബൺ ആറ്റമാണ്, 3 3 6 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ C4H6 തന്നെ നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ IUPAC നെയിം നേരത്തെ എഴുതിയ അതേ സംഭവം തന്നെ. ബ്യൂട്ട് രണ്ടാമത്തെ സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ടുള്ളത്. അപ്പോൾ 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE. ബ്യൂട്ട് 2I ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. IUPAC name of this compound is butane. Now you are familiar with the structural formula of two compounds with the molecular formula C4H6. പ്രത്യേകത നമുക്ക് മനസ്സിലായി. How do they differ in their structures? എങ്ങനെയാണ് സ്ട്രക്ചറിൽ പ്രത്യേകത മാറ്റം വന്നിട്ടുള്ളത്? ആൻസറും താഴെ തന്നെ കൊടുത്ത്. നോട്ട് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ ആദ്യം ഒന്നാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നു, നമ്മൾ രണ്ടാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ടാക്കി മാറ്റിയിട്ടു. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാത്രമാണ് മാറിയത്. അപ്പോൾ ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ്? ദ പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറെൻറ്റ്. അതാണ് ഇതിൻ്റെ